ഈ പഴുത്ത മാങ്ങ പിന്നെ ആര് തിന്നു? അച്ഛൻ കഴിക്കത്തില്ല. തൊലി എത്തണം ചേച്ചി. ജോലി നടക്കും എനിക്ക്. എന്ത് കുഞ്ഞിന്റെ പോട്ടെ കാണോ പോട്ടെ മോനെ. രസമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നെറ്റിയിൽ ചന്ദനക്കുറി കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. വന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നന്നായിട്ട് താമസിച്ചാണ് ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നത്. ശിവഭഗവാൻ്റെ അമ്പലം കേട്ടോ. അവിടെ കുറച്ച് എള്ളുകിഴി കൊടുക്കാനായിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും ആണെങ്കിൽ നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. തിരികെ കൊടുത്തിട്ട് തിരികെ വരുന്നത് ശരിയല്ലോ. അത്രയും വാതിക്കെ ചെന്നിട്ട് ഭഗവാനെ ഒന്ന് കണ്ട് തൊഴാതെ എങ്ങനെ തിരിച്ചു വരുമെന്ന് ഓർത്തിട്ട് ക്യൂ നിന്ന് ഭഗവാനെയൊക്കെ കണ്ട് തൊഴുതിട്ട് വീട്ടിലെത്തിയപ്പോൾ 9 മണിയായി. മക്കളെ കൊണ്ടുപോകാതെ കേട്ടോ പോയത്. മക്കൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഏണ്ണുണ്ടായിരുന്നേ. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും രണ്ടുപേരും പല്ലെല്ലാം തേച്ചിട്ട് വിശക്കുന്നൂന്നും പറഞ്ഞ് വാതിക്കെ മാറി നിൽപ്പുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ഡ്രസ്സ് പോലും മാറാതെ നേരെ അടുക്കളയിലോട്ട് കയറിയേ. പച്ചരി വെള്ളയപ്പത്തിന് വേണ്ടി പച്ചരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കടലയും കൊച്ചുള്ളിയും സബോളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ കുക്കറിലിട്ട് അടിച്ചിട്ട് നല്ലൊരു വെള്ള കടലക്കറി അങ്ങ് ഉണ്ടാക്കി കേട്ടോ. വലിയ സംഭവം ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, താമസിച്ചതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ടേസ്റ്റൊന്നും വലുതായിട്ട് നോക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയൊരു കടലക്കറിയാണ് കേട്ടോ. അപ്പുറത്തടുപ്പിൽ വെള്ളയപ്പം കൂടെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുവാണേ. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം എൻ്റെ പേര് ബിന്ദിജ, സ്ഥലം ആലപ്പുഴ ജില്ല അമ്പലപ്പുഴ. അപ്പോൾ സ്ഥിരം കാണുന്ന കൂട്ടുകാരോട് പ്രത്യേകിച്ച് എന്നെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലേ. അപ്പം ഞാൻ വേഗം തന്നെ കാപ്പി കുടിക്കട്ടെ കേട്ടോ. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ പാൽ ചായ കുടിക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ചെറിയൊരു തലവേദനയുണ്ട്. ഓരോരുത്തർ പറഞ്ഞ് കേട്ടാണോന്നും അറിയത്തില്ല. ചായ രാവിലെ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു ഉഷാറ് കുറവെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? പറഞ്ഞത് മൈൻഡിലുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഇന്ന് ആ ഒരു ഉഷാറ് കുറവുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചായ ഇട്ടങ്ങ് കുടിച്ചു. അതിനുശേഷം കേട്ടോ കാപ്പി കുടിക്കാനായിട്ടിരിക്കുന്നത്. ഇവിടെ 24 മണിക്കൂറും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് പറയേണ്ട കാര്യമേ ഇല്ല. ഉപ്പും മുളകും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി. അതാ കേട്ടോ നമ്മുടെ കേശൂട്ടൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഷർട്ട് ഇടാൻ പറഞ്ഞിട്ട് നേരെ ഉപ്പുമുളകിലാണ് കണ്ണ്. അതിന് ഞാൻ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അതിനൊരു വളിച്ച ചിരിയാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേശൂടൻ ഇങ്ങനെ പലഹാരത്തിൻ്റെ പുറത്ത് കറി ഒഴിച്ചു കൊടുക്കുന്ന ഇഷ്ടമല്ലേ, അവൻ കഴിക്കത്തില്ല. ഇന്ന് ഞാൻ ഓർത്തില്ല, അങ്ങ് ഒഴിച്ചു പോയി. ഞാൻ പറഞ്ഞ് കഴിക്ക് സാറില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ആക്രാന്തം കണ്ടില്ലേ നിങ്ങൾ? എനിക്ക് അത്രയ്ക്ക് വിശപ്പുണ്ടായത് കേട്ടോ. ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ കഴിക്കാന്നുള്ള രീതിയായിരുന്നേ. പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ പാത്രമുള്ളതൊക്കെ കയ്യോടെ കഴുകി വെച്ചു. ഇല്ല, ഇനി ലഞ്ചും കൂടെ ഒക്കെ റെഡിയായി വരുമ്പോഴത്തേക്ക് ഒത്തിരി പാത്രമായിരിക്കും. അതിനുശേഷം ഞാൻ നേരെ മുറിലോട്ട് കയറി ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു. സാധാരണ അവളാകട്ടെ ഇവിടുത്തെ തൂപ്പും തുണി മടക്കലും ഒക്കെ ഏറ്റെടുക്കുന്നത്. പക്ഷേ അവൾ മടക്കുമ്പോൾ അവരുടെ തുണി മാത്രം വൃത്തിയായിട്ട് മടക്കിക്കൊണ്ട് വെക്കും. എൻ്റെ ഒന്നെങ്കിൽ തയ്യൽ മെഷീൻ്റെ പുറത്തോ ഇല്ലെങ്കിൽ കട്ടിലിൻ്റെ പുറത്തോ എവിടെയെങ്കിലും കാണും. അപ്പം ഞാൻ മുറിലോട്ട് കയറിയപ്പോഴത്തേക്ക് തയ്യൽ മെഷീൻ്റെ പുറത്ത് കുറച്ചധികം തുണികളുണ്ടായിരുന്നേ. അതെല്ലാം വാരി കൂട്ടി ഞാൻ കഴുകാനുള്ളതെല്ലാം മാറ്റി അലമാരി വെക്കാനുള്ളതെല്ലാം മടക്കി വെച്ചിട്ട് ഭംഗിയായിട്ട് മുറിയെല്ലാം തൂത്തിറക്കുക കേട്ടോ. പുറത്ത് നല്ല വെയിലായിട്ടുണ്ടേ. ചോറും കറിയും ഒക്കെ ഇനി വെക്കാനായിട്ട് കിടക്കുക. അപ്പോൾ ജനലെല്ലാം തുറന്നിട്ടിട്ട് ഞാൻ നേരെ കുറച്ച് മൂവാണ്ടമാങ്ങ കിട്ടിയിരുന്നു. സാധാരണ ഇതിനെ കിട്ടത്തില്ല കേട്ടോ. മാവുണ്ടെങ്കിലും പിള്ളേരോ അല്ലെങ്കിൽ ആരെങ്കിലോ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അത് രാവിലെ തന്നെ വന്ന് പറമ്പിൽ കയറി അങ്ങ് പെറുക്കിക്കൊണ്ട് പോകുകയെ സാധാരണ കിട്ടാറേ ഇല്ല. ഇല്ലെങ്കിൽ ഇവിടുത്തെ ആൻറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ വീടിന് ഓർഡർ വരുമ്പോഴത്തേക്കും അവർ പറിച്ചുകൊണ്ട് പോകും. ഇന്നെന്തോ ആരും കാണാഞ്ഞിട്ടാണോ എന്തോ ആണെന്നൊന്നും അറിയത്തില്ല. ഒരു 5-6 മൂവാണ്ടമാങ്ങ അതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നേ. അപ്പോൾ അത് പെറുക്കിയെടുത്ത് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് പൂളി കൊടുക്കുവാണ്. സാധാരണ എനിക്കിതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ആരെങ്കിലും ചുമ്മാ അതൊക്കെ ഇരിക്കുമ്പം പൂളിയിട്ട് തിന്നച്ചൊന്നും പറഞ്ഞ് തരുമ്പോഴൊക്കെ കുമ്മം വെട്ടി വിഴുങ്ങും. പക്ഷേ ഇന്ന് എനിക്ക് നല്ല തിരക്കുള്ളതുകൊണ്ടായിരിക്കും ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തൊലി ചെത്തണമെന്ന് ചോദിച്ചപ്പോൾ അച്ഛനും മക്കളും കൂടെ പറയാ തൊലി ചെത്തിയാലേ കഴിക്കുന്നു. പിന്നെ തൊലിയെല്ലാം ചെത്തി കൊടുത്ത് എനിക്ക് അവരതിൻ്റെ ഇടയ്ക്ക് വായി വെച്ച് തന്നു കേട്ടോ. മധുരം ഉണ്ടെന്ന് വെച്ചാൽ മധുരം ഉണ്ട്, എങ്കിൽ നല്ല പുളിയുണ്ടായിരുന്നേ. എങ്കിലും ഈ പുളി ഉണ്ടെന്നൊക്കെ കുറ്റം പറഞ്ഞവർ മാങ്ങ കുമ്മം വെട്ടി വിഴുങ്ങി. നമ്മുടെ കേശൂടനുണ്ടല്ലോ ഈ ഇത്രയും പഴുത്ത മാങ്ങ ഇഷ്ടമല്ല. വിളഞ്ഞു വരുന്ന മാങ്ങയുണ്ടല്ലോ അതിന് അവനൊരു പേര് ഇട്ടിട്ടുണ്ട്, കട്ടിപ്പഴുത്ത മാങ്ങ എന്ന് പറയും. അപ്പോൾ അവൻ അതാണ് ഇഷ്ടം. പിന്നെ ഇന്നെന്തോ അത് തിന്നുന്നുണ്ടായിരുന്നു. ഇവന് കുറച്ച് മധുരത്തിനെക്കാട്ടി കൂടുതൽ പുളിയൊക്കെ ഉള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതെല്ലാം അങ്ങ് പൂളി കൊടുത്തു കേട്ടോ.
ഞാനും അതിൻ്റെ ഇടയ്ക്ക് 2-3 കഷ്ണമൊക്കെ അങ്ങ് അകത്താക്കി. ചൂടൊക്കെ അല്ലേ, നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം തുണികൾ വെളിയിൽ കൊണ്ട് മുക്കി വെച്ചിട്ടുണ്ട്. അത് ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിലും പാടത്തു നിന്നുള്ള നല്ല കാറ്റുള്ളതുകൊണ്ട് ഞാൻ വേഗം തന്നെ അങ്ങ് കഴുകിയിട്ട് കേട്ടോ. കഴുകി തുണി വിരിക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഒരുത്തിനോട് പറയുകയാണേ, വെയിലല്ല, എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യുന്നു. അവൾ അകത്ത് തന്നെ നിന്നുകൊണ്ട് വീഡിയോ എടുക്കുക കേട്ടോ. അതിന് ഞാൻ അവളെ വഴക്കും പറയുന്നുണ്ട്. അതാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് ഇപ്പോൾ കാണുന്ന ഭാവം എന്നുള്ള, ശരിക്കും ഞാനുള്ള ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ അകത്തോട്ട് കയറിയിട്ട് കുറച്ച് രാവിലത്തെ അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജ് ഇവിടെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഫ്രിഡ്ജ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ആ മാവിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ഇച്ചിരി പഞ്ചസാരയും ജീരകപ്പൊടിയും ഇട്ടിട്ട് കിണ്ണത്തപ്പം പോലെ ആവി കയറ്റാനായിട്ട് ഗ്യാസിലോട്ട് വെച്ചേ. അപ്പം ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് രാവിലെ പുളിയേൻ്റെ ഒരു 5-6 പീസ് കുഞ്ഞി പീസ് മാങ്ങ ഉണ്ടായിരുന്നു. ഈ മാങ്ങയും കൊച്ചുള്ളിയും കൂടിയിട്ടൊരു മുളക് ഞെരടാന്ന് ഓർത്തു. നിങ്ങളുടെയൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളിങ്ങനൊരു മുളക് ഞെരടി കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അച്ചാമ്മ പഠിപ്പിച്ചു തന്നെ കേട്ടോ, എൻ്റെ അച്ചാമ്മ. സ്കൂളിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞ് കറിയൊന്നും ഇല്ലെങ്കിൽ, സ്കൂളിൽ ചോറ് കൊണ്ടാൻ കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു മുളക് ഞെരടി തരും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇന്നും ഈ ഒരു ചമ്മന്തി, മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ ഞാൻ ചോറ് കഴിക്കുവേ. അപ്പോൾ പഴുത്ത മാങ്ങ നല്ലോണം ഞെരടി എടുത്തിട്ട് കൊച്ചുള്ളിയും കൂടെ ചവച്ചിട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ അല്പം വിനാഗിരിയും കൂടെ എടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം, തട്ടിലപ്പം എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയാം കേട്ടോ. എന്തായാലും കുഞ്ഞു ഇതായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. വൈകുന്നേരം ചായക്കൊരു കടിയാവുമല്ലോ എന്ന് ഓർത്ത്, ഇല്ലെങ്കിൽ ആ മാവ് അങ്ങ് പുളിച്ച് പോകും. അപ്പോൾ ഞാൻ അതെല്ലാം അങ്ങോട്ട് ഒരു ടിന്നിലോട്ട് ഇട്ടിട്ട് ആക്രാന്തം മൂത്ത് ഒരെണ്ണം ഞാൻ വായിലിട്ട് അതിൻ്റെ നാക്ക് പൊള്ളിപ്പോയി കേട്ടോ. ആ എക്സ്പ്രഷനാണ് ഇപ്പം കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മീൻകാരൻ വന്നപ്പോൾ നല്ല പച്ചമത്തി കിട്ടി കേട്ടോ. പച്ചമത്തി, നല്ല കരിം പച്ചമത്തി കണ്ടാലറിയാമല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടി കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാൻ ഈ മീൻ അങ്ങ് വെട്ടിയെടുക്കട്ടെ. ഇപ്പം സമയം 1 മണിയായി കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പായി. ഇന്ന് മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേയല്ല. ഞങ്ങൾ ആ ചമ്മന്തിയും ഒരു പപ്പടം ഒരു മുട്ടയായിട്ടൊക്കെ ചോറ് കൊടുക്കാമെന്നും കരുതി അതെല്ലാം സെറ്റാക്കിയപ്പോഴാണ് മീൻ കിട്ടിയത്. പിന്നെ ഒരു വിധത്തിൽ വെളിയിലിരുന്ന് മീൻ വെട്ടിയെങ്കിലും വെയിൽ പേടിച്ച് തന്നെ അകത്ത് കയറിയിട്ടാട്ടോ മീനെല്ലാം തേച്ച് കഴുകി എടുക്കുന്നത്. ഇരട്ടിപ്പണിയാണെങ്കിലും സാരമില്ല. ഇന്ന് എന്തായാലും ഞാൻ ചോദിക്കാതെ തന്നെ ഒരുത്തി എനിക്ക് തേങ്ങ തിരുമ്മി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ മീനൊക്കെ വെട്ടി കഴുകി എടുത്തിട്ട് വറക്കാനുള്ളതും കറി വെക്കാനുള്ളതും സെപ്പറേറ്റ് അങ്ങ് എടുക്കുക. ഇവിടെ സാധാരണ വറുത്ത മീനാട്ടോ എല്ലാവർക്കും ഓടുന്നത്. ഈ കറി വെച്ച മീൻ കഷ്ണം കഴിക്കുന്നത് ഞാനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതലും വറക്കാനാകട്ടോ എടുത്തത്. കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലോണം പെരട്ടി കുഴച്ചങ്ങോട്ട് എടുത്തിട്ട് നല്ല ചൂടെണ്ണയ്ക്കകത്തോട്ട് ഇട്ട് നല്ല രീതിയിൽ അങ്ങ് മൂപ്പിച്ചെടുക്കാം. ഈ മത്തിയൊക്കെ അത് വലിയ മത്തിയല്ലല്ലോ, ഇടത്തരം മത്തിയല്ലേ, ഇതൊക്കെ ഒരുമാതിരി മൂത്ത് കിട്ടിയാലോ ടേസ്റ്റ്. അപ്പം ഞാൻ നല്ല രസമായിട്ട് അടുക്കി ചട്ടിയിലോട്ട് ഇട്ട് ഇതിനെ അങ്ങോട്ട് മൂപ്പിച്ചങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. ഈ വീഡിയോ എടുക്കുമ്പോഴേ മൗലി പറയുന്നുണ്ട്, അയ്യോ ഇന്ന് ഞാൻ പൊളിക്കും കേട്ടോന്ന്. കാരണം അവൾക്ക് മീൻ ഇല്ലാതെ ചോറ് കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ മീൻ ചട്ടിയിലിട്ടപ്പോൾ അവൾ പറയും, അമ്മ മുളക് ഞെരടുന്ന കണ്ടപ്പോഴേ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും ഏതെങ്കിലും മീൻകാരൻ വരണേന്ന്. അപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അവൾക്ക് മീൻ ഇല്ലാതെ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ മീൻ കുട്ടന്മാർ അവിടെ കിടന്ന് നല്ലോണം മൂത്ത് വരട്ടെ. ആ ചട്ടി അങ്ങോട്ട് കഴുകി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങ ചതച്ചതും 5-6 കൊച്ചുള്ളി ചതച്ചതും ഒരു കഷ്ണം കുടംപുളിയും പച്ചമുളകും കൂടെ കീറിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നല്ലോണം അങ്ങോട്ട് ഞെരടി എടുത്തിട്ട് മീൻ പറ്റിച്ചേട്ടാ ഇന്ന് സെറ്റാക്കുന്നത്. ഈ മത്തിയൊക്കെ നല്ല മത്തിയാണ്, നല്ല പച്ച മത്തിയും നല്ല ടേസ്റ്റും ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ മീൻ പറ്റിച്ചത് നല്ല കപ്പയായിട്ടാണ് കഴിക്കണം. അടിപൊളി ടേസ്റ്റായിട്ടോ. കപ്പ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ഇത്രയും താമസിച്ചിടയ്ക്ക് ഇനി കപ്പയും കൂടെ ഒക്കെ പുഴുങ്ങി വരുമ്പോഴത്തേക്ക് ഒത്തിരി താമസിക്കും. വൈകിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു മീൻ പറ്റിച്ചും കൂടെ അങ്ങ് ആക്കി എടുക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ഉച്ചയൂണ് എൻ്റെ സെറ്റാവും. ഇന്ന് മീൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല കേട്ടോ. കിട്ടാതിരുന്ന് കിട്ടിയോണ്ടായിരിക്കും ഭയങ്കര സന്തോഷം. ഇതെല്ലാം വേഗം ഒന്ന് സെറ്റാക്കി ജോലിയും തീർത്തിട്ട് വേണം ചോറ് കഴിക്കാനായിട്ട്. ഇപ്പം തന്നെ 1:30 ആയിട്ടുണ്ട്. ഞാൻ ചോറ് കഴിക്കുമ്പോൾ 2 മണിയാവും. അപ്പോൾ കണ്ടല്ലോ, ഞങ്ങൾ ഈ ആലപ്പുഴ അമ്പലപ്പുഴക്കാർ ഇങ്ങനെ കേട്ടോ പീര പറ്റിക്കാന്ന് പറയും. അവിടെയൊക്കെ ഇങ്ങനെ ചെയ്യുമോയെന്ന് അറിയത്തില്ലേ. ഈ അവിടെയൊക്കെയും ചോദിക്കുന്നത് ലൈവ് വരുന്ന സുഹൃത്തുക്കൾ പീര പറ്റിച്ച് തീരെന്നൊക്കെ പറയുമ്പോൾ എന്നോട് ചോദിക്കും അതെന്താ ചേച്ചിയും ചോദിക്കും. അപ്പം ഞങ്ങളുടെ മീൻ പറ്റിച്ചെന്ന് പറഞ്ഞത് ഇതാട്ടോ സംഭവം. ചതച്ച തേങ്ങയും കൊച്ചുള്ളിയും പച്ചമുളകും തക്കാളി ഇടുന്നവരിടാം കേട്ടോ. ഞാൻ ഇച്ചിരി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, ഇഞ്ചിയുടെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോഴത്തേക്കും. എന്നിട്ട് ഈ അരപ്പിലോട്ട് മീൻ കഷ്ണം കൂടെ, ഒത്തിരി വെള്ളം വെക്കത്തില്ലേ, കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ മീൻ കഷ്ണം കൂടെ പെറുക്കിയിട്ടിട്ട് അങ്ങോട്ട് ചെറിയ തീയിലങ്ങോട്ട് വേവിച്ച് തിളപ്പിച്ച് അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. തിളച്ച് വരുമ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ആ കുറച്ച് പാത്രമൊക്കെ ഉള്ളതെല്ലാം കഴുകിയിട്ട് മീൻ കഴുകിയ തകത്ത് വെച്ചില്ലേ അവിടെ എല്ലാം വൃത്തിയായിട്ട് അങ്ങ് തേച്ച് കഴുകി മാറ്റുവാണേ. ആ സമയം കൊണ്ട് അപ്പുറത്ത് അടുപ്പിൽ നമ്മുടെ മീൻ നല്ലോണം അങ്ങോട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അവനെയൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി പണിയും കൂടെ തീർത്ത് കഴിഞ്ഞ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ കഴിയും കേട്ടോ. അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ.
നിങ്ങൾക്കൊക്കെ മീൻ കിട്ടിക്കാണുമോ? ഇപ്പം നല്ല മത്തിയുണ്ടേ. എല്ലാവർക്കും മത്തിയൊക്കെ കിട്ടാറുണ്ടോ? അതേ നോക്കിക്കേ, നമ്മുടെ മീൻ പറ്റുക സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കറക്കി ചുറ്റി എടുക്കുകയാണെങ്കിൽ സെറ്റാട്ടോ. പൊളി ടേസ്റ്റാണേ. നല്ല കപ്പ പുഴുങ്ങിയതിൻ്റെ പുറത്തോട്ട് ഈ മത്തി പരിചോടെ വെച്ച് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഈ ഞങ്ങളുടെ ഈ ആലപ്പുഴയിലൊക്കെയുള്ള കുട്ടനാടൊക്കെയുള്ള ഷാപ്പിലൊക്കെ നല്ല കപ്പയും മത്തിക്കറിയൊക്കെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം എല്ലാം കൊണ്ട് വെളിയിൽ വെച്ചിട്ട് അവിടെയൊക്കെ ഇങ്ങ് തേച്ച് കഴുകുവാണേ. അകത്ത് വെച്ച് മീൻ വെട്ടി കഴുകുവാണെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇരട്ടി പണിയാണേ. അപ്പോൾ അതെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഉച്ചയൂണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എൻ്റെ മക്കൾ. 2 പേരും അവിടെ ഇരുന്നുകൊണ്ട് ടേബിളിൽ ഇരുന്നുകൊണ്ട് വിളിയാ, അമ്മയെ ചോറെടുക്കുമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം തന്നെ അവർക്ക് ചോറൊക്കെ കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഇതുവരെ എൻ്റെ ചാനൽ സബ്ബാക്കാത്തവരാരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ എൻ്റെ ചാനൽ സബ്ബാക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുഞ്ഞു സപ്പോർട്ടല്ലേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ലൈക്ക് തരാനും കമൻറ്റ് തരാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം മീൻ പറ്റിച്ചതായിട്ടുണ്ട്, മീൻ വറുത്തതായിട്ടുണ്ട്, പിന്നെ ഇന്നലത്തെ കുറച്ച് മാങ്ങാ തീയൽ വെച്ചതുണ്ട്, പിന്നെ നമ്മുടെ മുളക് ഞെരട്ടിയതും. അതാണ് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. എല്ലാം തല്ലിക്കൂട്ട് കറികളാണെങ്കിലും സെറ്റാട്ടോ, അടിപൊളിയല്ലേ? നോക്കിക്കേ എങ്ങനെയുണ്ട്. അപ്പം നമ്മുടെ കേശുടൻ ചോറ് കഴിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും അവൻ്റെ മുടിയാണെങ്കിൽ ചൂട് കാരണം പറന്നൊരു പരുവത്തിൽ കിടക്കുവാണേ. അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് അവൻ്റെ മുടിയെല്ലാം ഒന്ന് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആങ്ങളെയും പെങ്ങളും കൂടെ ഒരു ഇടിയെല്ലാം കഴിഞ്ഞ് ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കേശുടനാണെങ്കിൽ കരഞ്ഞ് മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുക. പിന്നെ ഞാൻ അവനെ വിളിച്ച് വെളിയിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ മുടിയെല്ലാം നല്ല വൃത്തിയായിട്ട് കെട്ടിക്കൊടുത്തു കേട്ടോ. അവന് ഭയങ്കര ആഗ്രഹമാണ് മുടി വളർത്താനായിട്ട്. അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ മുടി വളർത്താതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. കണ്ടോ, ഇത്രയും മുടി വളർന്നിട്ടുണ്ട്. അപ്പം മുടിയെല്ലാം വൃത്തിയായിട്ട് കെട്ടിക്കൊടുത്ത് കരഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ ആൾ. ഒക്കെ ഒരടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സങ്കടമൊക്കെ ആ മുഖത്ത് നല്ലോണം കാണാനുണ്ട്. നോക്കിക്കേ, കണ്ടോ, കരഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ നേരെ ചാടിക്കൊണ്ടൊക്കെ ചെല്ലുന്നുണ്ട്. ഞാൻ പറഞ്ഞു പോട്ടെ മോനെ, ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മുടിയെല്ലാം കെട്ടിക്കൊടുത്തു. സ്കൂൾ തുറക്കുമ്പോൾ മുടി വെട്ടാനൊക്കെ ഞാൻ പറയുന്നുണ്ട്. അവൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അവന് ഭയങ്കര ആഗ്രഹം കേട്ടോ ഇങ്ങനെ മുടിയെല്ലാം കെട്ടി ഭയങ്കര ഫ്രീക്ക് ലുക്ക് നടക്കാനായിട്ട്. ഞാൻ നേരെ അതിൻ്റെ എതിരാണ്, എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇവന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിയതാണേ. അങ്ങനെ മുഖമെല്ലാം തുടച്ച് കൊടുത്തിട്ട് കൈയെല്ലാം കഴുകി ചോറ് കഴിക്കാൻ വരാൻ പറഞ്ഞ് അങ്ങനെ എല്ലാവരും ചോറ് കഴിക്കാനായിട്ട് ഇരുന്ന് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റേതായ ശൈലിക്ക് പറയുന്നതാണേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു, ഓക്കേ.